പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. യുടെ പാപങ്ങൾ മായ്സുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ നഗരങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. അന്ത്യമിഴാത്തോരവികലമോദം മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമേ. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അടയാളത്തോടും ദേവദൂതം ഭരണകമ്പടിയോടും കൂടെ നാലുമേഘങ്ങളിൽ ശാന്തിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ കർത്താവേ എന്നോട് കരുണ തോന്നണമേ. ഇതുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ. ഇതുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ നീ എത്രത്തോളം വൈകും. നീ എന്നെ ദൃശ്യം പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ആദിമുതൽ എന്നേക്കും ആമേൻ.
പ്രിയപ്പെട്ടവരെ, ടീച്ചറിന്റെ നിലപാടിൽ പ്രിയപ്പെട്ട ജോർജിനോടും ഇതിനോടും ജിതിനോടും കുടുംബങ്ങളോടുമുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനവും പ്രാർത്ഥനയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നും ഈ ഭൂമിയുടെ ജീവിതം കഴിഞ്ഞ് നമ്മളെല്ലാവരും കടന്നു പോകണം എന്നൊരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വളരെ ശാന്തമായി ഒഴുകുന്നൊരു നദി പോലെയായിരുന്നു ഈ കുടുംബം. വളരെ ശാന്തതയിലും സ്വസ്ഥതയിലും സമാധാനത്തിലും പെട്ടെന്ന് രോഗം കടന്നു വന്നു. നമ്മുടെ ഇടയിൽ നിന്ന് നമ്മൾ ടീച്ചറിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വരാൻ നിങ്ങൾക്കാവുന്ന ദിവസമൊക്കെ നിങ്ങൾ നല്ല ചികിത്സയും നല്ല പരിചരണവും കൊടുത്തു. ഇന്നലെ ഭരിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ജോർജിയേട്ടൻ അങ്ങേയറ്റം ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് വളരെ ശാന്തതയിൽ തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ സമർപ്പിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അത് നിങ്ങളുടെ സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും ഒക്കെ പ്രകടനമായിരുന്നു. മതിയാവുള്ളൂ, മരണമെന്ന കവാടത്തിലൂടെ കടന്നുപോയേ മതിയാവുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഓരോരുത്തരും ടീച്ചർ കടന്നുപോയ ഈ മണ്ഡല കവാടത്തിലൂടെ കടന്നു പോകണം. അതിലൂടെ കടന്നു പോകുമ്പോഴാണ് നിത്യതയുടെ കിരീടം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. പ്രശാന്തമായി ജീവിച്ച ടീച്ചറിന് തീർച്ചയായിട്ടും ദൈവം നീതിയുടെ കിരീടം സമ്മാനിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. ജീവിച്ചിരുന്നപ്പോൾ പ്രിയപ്പെട്ട ജോലിയോടും മക്കളോടുമൊക്കെ ടീച്ചർ കാണിച്ച സ്നേഹവും വാത്സല്യവും അതിൽ കൂടുതൽ ദൈവാനുഗ്രഹമായി സ്വർഗത്തിൽ നിന്ന് പകർന്നു കൊടുക്കാനായിട്ട് ഇപ്പോൾ ടീച്ചറിന് സാധ്യമാകും. നമ്മുടെ വിശ്വാസം അതാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വലിയ വേദനയും ശൂന്യതയും ഒക്കെ ഇപ്പോഴുണ്ട് എന്നുള്ളത് അറിയാം. എങ്കിലും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ജീവിത പങ്കാളിക്കൂടെ ജീവിച്ചതിന്റെ നല്ല ഓർമ്മകൾ ജോർജിയേട്ടന് വലിയ സമാശ്വാസവും സന്തോഷവും നൽകും. ഇതിനും തീർച്ചയായിട്ടും ഈ അമ്മ നൽകിയ സ്നേഹവും അമ്മ ചെയ്ത നല്ല കാര്യങ്ങളും അമ്മയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും നിങ്ങൾക്കും കുറച്ച് കഴിയുമ്പോൾ ആനന്ദമായി അത് ദൈവം നൽകുന്ന സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ്. ആ ഒരു ആനന്ദം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നാണ് ആശംസിക്കുക. ആനന്ദം എന്ന് പറയുന്നത് ഈ അമ്മയെ കുറിച്ചുള്ള നല്ല ചിന്തകളാണ്. നല്ല ദൈവാനുഗ്രഹം ഇതുമാത്രം ഈ അമ്മ വഴി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, തമ്പുരാന്റെ കരങ്ങളിലേക്ക് വളരെ ശാന്തമായി സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. തമ്പുരാൻ തീർച്ചയായും ഈ അമ്മയെ നിത്യകിരീടം കൊടുത്ത് അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടീച്ചർ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ സഹപ്രവർത്തകരായ മുഴുവൻ അധ്യാപകരുടെയും പേരിലുള്ള അനുശോചനവും അറിയിക്കുന്നു. അതുപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്റെയും കുശാലത്തച്ഛന്റെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. നല്ല ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഞങ്ങൾക്കൊക്കെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനേ സാധിക്കുകയുള്ളൂ. ഈശോ നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവി അമ്മ വഴി നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അങ്ങോട്ട് ടീച്ചറിനെ കൃത്യമായി നമുക്ക് സഹായിക്കാൻ സാധിക്കും. നമ്മളുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മളുടെ ഉപവാസം കൊണ്ട്, നമ്മളുടെ പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ട് ഈ ആത്മാവിനെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ഇന്നലെയും ഇന്നുമായി അയൽവക്കക്കാരും നിങ്ങളെല്ലാവരും അന്ന് ഈ കുടുംബത്തോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വീട്ടിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സങ്കീർണമായ ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിന് പരിമേലിനെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഫലങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്മൃതിനാഥനായ ദൈവമേ, ഞങ്ങളുടെ സമാസങ്ങളുടെ പാവനമായി സന്നദ്ധ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദോഷങ്ങളിലാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ നാമത്തെ പുകഴ്ത്തുകയും അഭിനയമായ ചരിത്രത്തിന് നികുതിയെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാജാവാകുന്നു ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടികൾ ചടിക്കുമ്പോൾ വാടിക്കൊള്ളുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എന്നവരുടെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സൃഷ്ടസവതയുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവ് ഞങ്ങൾ ആരാധിക്കുകയും പ്രവർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായും സർവേശ്വരായ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികതരം ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ എന്ന് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. മൃഗനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ശാസനവരമെന്നരുളേണം. ബുദ്ധിഹീനമാകുന്നു. ആദിപിതാവാമത്തിൽ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമതിലണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുതുന്ന ജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മരജനാൻ അന്തിമ ദിവസമയുത്തേകം. നീതിമാൻ വിജ്ഞാനം സോദരിമാരോ ഭക്തമറിയം ചുടുകണ്ണീർ
ചിന്തിച്ചവരെ നിറവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. ജീവനമേറും ഞാനാകുന്നു കരയൊരുദേവം കരുണേവന്തികമാർന്നകിലേശം ശാന്തി ഒഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുന്നിൽ എന്നെ അണിയിക്കുമാറാകട്ടെ. വിശിഷ്ടരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈശോയുടെ സ്നേഹപ്പെട്ടവരെ, ഭവനത്തിലെ ശുശ്രൂഷയിലൂടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ ദേവാലയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിധവന്നേ നശ്വരമുലകിൽ എഴുതിയിരിക്കാൻ നൽകിയൊരു സോദി പരിശുദ്ധന്മാർ പരമാനന്ദം മുതലുമിടത്തിൽ പോകുന്ന ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു. നിത്യവിരുന്നിൽ അഴയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയായ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. ദൈവിക ഭവനം പോകും നേരം സ്നേഹാകൃതയാൻ പ്രിയജനമേ അനുദിനമനുവോ തോക്കണമെന്നേ ഭൂമിയിലവർ ലഭിക്കുന്നു ആനന്ദരവും പ്രൗഢിയുമെല്ലാം ദാസന്റെ ആത്മാവിൽ രാജാവാകുന്ന
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മരണവിധേയനാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെ മതിലേശ. ുമ്പോൾ കരുണയുടൻ നിർത്തണമേ നല്ലവരൊത്തു വരുമ്പാതെ നൽകണമേ നിത്യായുസ്സൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാളാക്കളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന പരിശുദ്ധ സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കളറിലുള്ളവർ അത് ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം.
സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽക്കായി നിന്റെ അമൂല്യമായി രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന് കോട്ടയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചുണ്ടിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കുന്നവരുമായി മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Thank you.
Thank you.
പറഞ്ഞാൽ പോരെ എൻ്റെ അനിയനാണ്. എൻട്രൻസിലല്ലേ? നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടേ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ആശ്വസിപ്പിക്കണമേ. അതിനെ കഴിവുക, ഞാൻ മഞ്ഞിനേക്കാൾ ഈ കവരണം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം.
ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളത്തോടെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാനെ പൊളിയാകുന്നു പൊടിയേക്കന്നെ സകലത്തിന്റെയും നാഥാവിധേയം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ നീ സ്വീകരിച്ച ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ എന്ന് ഞാൻ ഇവിടെ തുടർന്ന് വരുന്ന പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയം കൂടി കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പങ്കെടുക്കാം. എന്റെ കർത്താവ് നിന്നെ അഭ്യർത്ഥിക്കും. മഹിമയോടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾ ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മുതലുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥാവിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലെന്നേക്കുമാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്നുദ്ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. സ്വാമിനിക്ക് പരിധി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഹമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മിശിഹാ കർത്താവിൻ ദാസേവിധി നാളിൽ കാകള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. ഇനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഹിമദ്യുതിയോടെ. കാട്ടിലെ വിജയികളെത്തുന്ന വാൻപേടിയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പരിസരയർപ്പിക്കുന്നവന് നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോഴും ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ വിഷാദിച്ചു കലങ്ങുന്നു. നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കാട്ടിൽ വിജയികളെത്തുന്ന മാൻപേടിയെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പരിസരയർപ്പിക്കുന്നവന് നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവും ആ ശബ്ദത്താൽ ആശ്രയിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായി നീ വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ മോചിക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആത്മാവുമായി സർവേശ്വര. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർത്തും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓരത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാര കർമ്മത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
തലയങ്ങോട്ട് ഒന്ന് തള്ളിപ്പുറത്തേക്ക് അങ്ങോട്ട്